ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കുന്നതാണ് സെല്ലും അതിൻ്റെ റേഞ്ചും എന്ന് പറയുന്നത്. നമുക്കറിയാം ഇതൊരു സെല്ലാണ്. സെൽ എന്ന് പറയുന്നത് കോളത്തിൻ്റെയും റോസിൻ്റെയും ആ ഇന്റർസെക്ഷനാണ് സെൽ എന്ന് പറയും അല്ലേ. ഇതാണ് കോളം അല്ലേ, HI കോളം, അതിൻ്റെ റോ എത്രയാണ് 8, അതാണ് ഈ സെൽ എന്ന് പറയുന്നത്. കണ്ടോ, അതിൻ്റെ നെയിം കൂടെ സെൽ നെയിം കാണാൻ പറ്റും, I8. അതായത് ഈ കോളം എന്ന് പറയുന്നത് അല്ല ഒരു സെൽ എന്ന് പറയുന്നത് കോളത്തിൻ്റെയും സെല്ലിൻ്റെയും കോളത്തിൻ്റെയും റോസിൻ്റെയും ഇന്റർസെക്ഷനാണ് എന്ന് പറയുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മാറും, കണ്ടോ, H8 എന്നായി. അതാണ് കോളത്തിൻ്റെയാണ് ആദ്യം കൊടുക്കുന്നത് H, പിന്നെ റോ 8, അതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. കണ്ട, ഇതിനെ പറയുന്നതാണ് സെൽ റേഞ്ച്. കണ്ടോ, ഇവിടെ നോട്ടി. പക്ഷെ ഈ ഒരു സെൽ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും I എന്ന് പറയുന്ന കോളം, 5 എന്ന് പറയുന്നത്, അതാണ് ഇവിടെ വാല്യൂ കാണിക്കുന്നത്. സെൽ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്താലും കാണിക്കുന്നത് ഇതാണ്. അതായത് ആക്റ്റീവ് ആയിട്ടുള്ള സെല്ല്, നമ്മൾ മൾട്ടിപ്പിൾ സെല്ല് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യുമെങ്കിലും ഒരു സെല്ലായിരിക്കും ആക്റ്റീവ്, അതാണ് ഇവിടെ കാണിക്കുക I5. നമുക്ക് ഇവിടെ തൊട്ട് ഇവിടം വരെ ഉള്ളതിനാണ് എന്തെന്ന് പറയുന്നത്, സെൽ റേഞ്ച് എന്ന് പറയാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, സെൽ റേഞ്ച്. ഓക്കെ, ഈ സെൽ റേഞ്ചിലെ ഈ കോളം, ഈ സെല്ലാണ് I5 അല്ലേ. അതേപോലെ നമുക്ക് ഇതിന്റെ എൻഡിലുള്ളതാണ് ഇത് എത്ര നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും, L9. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം I5 L9, എൻ്റർ അടിക്കുക. കണ്ടോ, അപ്പൊ ആ റേഞ്ചില് ഇവിടെ സെല്ല് സെലക്ട് ആവും, ഇപ്പൊ ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും പിടുത്തം കിട്ടിയോ? ഇല്ല, ഒന്നുകൂടി പറയണോ? പറയാ പ്ലീസ്, എല്ലാരും റെസ്പോണ്ട് ചെയ്യാട്ടോ. എങ്ങനെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു? ഒന്നും കൂടി ശ്രദ്ധിക്കട്ടോ, എല്ലാരും ശ്രദ്ധിക്കാം. നമ്മളിപ്പോ ഈ സെല്ലിന് നമുക്ക് ഇങ്ങനെ സെല്ലിന് ഇങ്ങനെ റേഞ്ച് ഉണ്ടാക്കാം, സെലക്ട് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇവിടെ ഈ ഫസ്റ്റ് സെല്ലുണ്ട്, സെലക്ട് ചെയ്ത റേഞ്ചിലെ ഫസ്റ്റ് സെല്ല്, അതാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ട, ഈ I6 എന്ന് കാണിക്കുന്നത് അതാണ്. അതായത് അതാണ് ആക്റ്റീവ് സെൽ. നമ്മൾ പല സെല്ലുകൾ നമുക്ക് ആക്റ്റീവ് സെല്ല് അതാണ്. ഈ ആക്റ്റീവ് സെല്ലും ഈ എൻഡിലുള്ള ഈ കോർണറിലുള്ള ഈ സെല്ലിന്റെ വാല്യൂ എടുക്കുക. ഈ സെല്ലിന്റെ വാല്യൂ എത്രയാ? ഇത് I6 ആണെങ്കിൽ ഇത് L10 അല്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ I6 L10 എന്ന് കൊടുത്ത് എൻ്റർ ചെയ്താൽ ആ റേഞ്ചിലുള്ള സെല്ല് സെലക്ട് ആവും. കണ്ടോ, മനസ്സിലായോ? മനസ്സിലായി. ക്ലിയർ? ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് വാല്യൂ കിട്ടി. അപ്പൊ ഈ സെല്ലിന്റെ വാല്യൂ I6 അല്ലെ. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും O10. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം I6 കൊടുത്തിട്ട് എൻ്റർ ചെയ്താൽ കണ്ടോ ആ റേഞ്ചിലുള്ള സെല്ല് സെലക്ട് ആവും. മനസ്സിലായോ? ഇല്ല, മനസ്സിലായി സർ. ഗുഡ്. ഇനി നമുക്ക് ഒരു കോളം മൊത്തം സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ J ക്ലിക്ക് ചെയ്താൽ കണ്ടോ കോളം, ആ കോളം മൊത്തം സെലക്ട് ആയി. നമുക്ക് വേണമെങ്കിൽ ഇവിടെ J ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. കണ്ടോ, അപ്പോഴും സെലക്ട് ആവും. അല്ലെങ്കിൽ ഇവിടെ കൂടി K ക്ലിക്ക് ചെയ്ത് എൻ്റർ അടിക്കാം. സോറി, K1 കണ്ടോ, K1 ക്ലിക്ക് ചെയ്താൽ അവിടെ കേസ് ഇതായി. J ക്ലിക്ക് ചെയ്താൽ J കംപ്ലീറ്റ് സെലക്ട് ആയി. ഓക്കെ,
കെ ക്ലിക്ക് ചെയ്താൽ കെ കംപ്ലീറ്റ് സെലക്ട് ആയി. എൽ ക്ലിക്ക് ചെയ്താൽ എൽ, അതായത് ഞാൻ ഒന്നും കൂടി പറയാം, ജെ കോളൻ ജെ ക്ലിക്ക് ചെയ്താൽ കണ്ട ഇപ്പൊ എന്തായി, ആ ജെ കോളൻ മൊത്തത്തിൽ സെലക്ട് ആവും. നമുക്ക് ജെ കോളൻ മൊത്തത്തിൽ സെലക്ട് ആവണമെങ്കിൽ ജെ കോളൻ ജെ അടിക്കാം. ഇനി കെ കോളൻ മൊത്തത്തിൽ സെലക്ട് ആവണമെങ്കിൽ കെ കോളൻ കെ തന്നെ അടിക്കുക. അതെല്ലാവരും ടൈപ്പ് ചെയ്തിരിക്കട്ടോ. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കണ്ട കെ കോളം സെലക്ട് ആയി. എല്ലാവരും അത് എഴുതിയിരിക്കുക പ്ലീസ്. ഇനി നമുക്ക് വേണമെങ്കിൽ കെ കോളൻ എം കൊടുക്കാം, എൻ്റർ അടിക്കുക. കണ്ടോ, ഇപ്പൊ കെ തൊട്ട് എം വരെയുള്ള എല്ലാ കോളവും സെലക്ട് ആയി. ക്ലിയർ ആണോ? എല്ലാവരും നോട്ട് ചെയ്തെടുക്കാട്ടോ പ്ലീസ്. എല്ലാവരും നോട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെയാണ് ഇവിടെ റോ. റോ നമ്മൾ A11 ഉണ്ടോ, ഇവിടെ 11 കൊടുത്തു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 11 ഇതടിച്ചാൽ ആ റോ സെലക്ട് ആയി. 12 ഉണ്ടാ, 12 റോ കിട്ടണമെങ്കിൽ 12 കോളൻ 12 അടിക്കുക. ഇനി നമുക്ക് 10 തൊട്ട് 14 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, 10 കോളൻ 14 അടിച്ചാൽ കണ്ട 10 തൊട്ട് 14 വരെയുള്ള റോ സെലക്ട് ആവും. എന്താണ് സെൽ, എന്താണ് റേഞ്ച്, എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലായോ? മനസ്സിലായി. എല്ലാവർക്കും ക്ലിയർ ആയോ? എല്ലാവരും എഴുതിയെടുക്കുക. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഞാൻ അടുത്തതിലേക്ക് കൊണ്ടുപോകണം. ഇനി ഈ നമുക്കിവിടെ ഒരു ടേബിൾ കാണാം. ഈ ടേബിളിനെ നമ്മൾ കോപ്പി ചെയ്യാം, അടുത്ത ഷീറ്റിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു. ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു. കൺട്രോൾ സി, അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ വി, വീണ്ടും അടുത്ത ഷീറ്റിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്തു കൺട്രോൾ വി. എല്ലാരും കാണുന്നുണ്ടല്ലോ? സെയിം ടേബിൾ തന്നെ 3 ഷീറ്റിലുണ്ട് അല്ലെ? ഷീറ്റ് 1, ഷീറ്റ് 4, ഷീറ്റ് 5. ശരിയാണോ? ഇനി നമുക്ക് ഈ 3 ഷീറ്റിന്റെയും ഈ ഹെഡിങ്ങിന്റെ കളർ മാറ്റണം. നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഷീറ്റിലും ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ മാറ്റാം. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഷീറ്റ് 1 ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്യുക. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് വിടരുത്. ഷീറ്റ് ഇവിടെ നിങ്ങൾ പേര് മാറണം നോക്കിയിട്ട് ഇവിടെ ഒരു ഗ്രൂപ്പ് ആവും. ഷീറ്റ് 4 ക്ലിക്ക് ചെയ്യുക, കണ്ടോ അത് ഗ്രൂപ്പായി. വീണ്ടും ഷീറ്റ് 5 ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് വിടരുത് കേട്ടോ, കൺട്രോൾ വിടരുത്. ഇത് സെലക്ട് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇഷ്ടമുള്ള ഒരു കളർ കൊടുക്കാം. ഇപ്പൊ അത് എല്ലാ ഷീറ്റിലും ആ കളർ മാറിയിട്ടുണ്ടോ, കണ്ട? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? മനസ്സിലായി. ഒന്നും കൂടി പറയണോ? ഇല്ല. ഇനി നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇവിടെ റൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്താൽ കണ്ടോ ആ റൈറ്റിലുള്ള കോളംസ് സെലക്ട് ആവും. വീണ്ടും ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ലെഫ്റ്റിൽ പോയാൽ ലെഫ്റ്റിലുള്ള കോളം സെലക്ട് ആവും. നമ്മൾ പലതരത്തിൽ ഈ സെല്ലുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സെല്ലുകളും കോളംസും കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഇല്ല. ഇനി ആർക്കെങ്കിലും എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നോട്ട് ചെയ്തെടുക്കണോട്ടോ എല്ലാവരും. കാരണം ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ അപ്പം തന്നെ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം ശരിക്കും, എന്നാലാണ് കിട്ടും.
ഓക്കെ, ഇത് പ്രാക്ടീസ് ചെയ്യണം, ശരിക്കും പ്രാക്ടീസ് ചെയ്യണം. ചിലവരൊക്കെ 2-3 മണിക്കൂർ ചെയ്തിട്ട് വന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് വളരെ നല്ല കാര്യം, അത്രയ്ക്ക് നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചു എന്നാണ് അർത്ഥം. ഇനി നമ്മൾ ഈ ടേബിള് മൊത്തം സെലക്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഏത്? ഈ ടെക്സ്റ്റ് ഉള്ള ഈ ടേബിൾ. എന്ത് ചെയ്യും? നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് Ctrl+A പ്രസ് ചെയ്യാം. കണ്ട, സെല്ലിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് ഈ ടെക്സ്റ്റ് ഉള്ള സെല്ലിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് Ctrl+A പ്രസ് ചെയ്താൽ ആ സെൽ മൊത്തം സെലക്ട് ആവും. നമ്മളിഞ്ഞ് പുറത്ത് വെച്ച് ക്ലിക്ക് ചെയ്ത് Ctrl+A കൊടുത്തു നോക്കി, മൊത്തത്തിൽ സെലക്ട് ആയി പോവും. രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ല, ഡിഫറൻസ് മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? ഇല്ല, ക്ലിയർ? ഇനി നമുക്ക് ഞാൻ നേരത്തെ പഠിപ്പിച്ചതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താലും മൊത്തത്തിൽ സെലക്ട് ആവും കേട്ടോ. നമുക്കിപ്പോൾ ഈ ടേബിള് മാത്രം സെലക്ട് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ടേബിളിന്റെ അകത്തുള്ള സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് Ctrl+A അടിക്കുക. അപ്പൊ ആ ടേബിൾ മാത്രമായിരിക്കും സെലക്ട് ആവണേ. ക്ലിയർ ആയോ? ഇനി ഞാനിത് മൊത്തത്തിൽ Ctrl+C അടിച്ചു, കോപ്പി അടിച്ചു, അടുത്ത ഷീറ്റ് കൊണ്ടിട്ടു. ഇവിടെ ഞാൻ ഇതിനെ പ്ലേസ് ചെയ്തു. എവരിബഡി ഈസ് ക്ലിയർ? പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോ, പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും ഇതിന്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് Ctrl+A കൊടുത്തു. കണ്ട, അപ്പൊ അത് മാത്രം സെലക്ട് ആയി. ഇനി ഞാനൊരു കാര്യം ചെയ്യാണ്, ഈ കോളം മൊത്തം ഡിലീറ്റ് ചെയ്യാണ്. അല്ല, കോളം ഡിലീറ്റ് ചെയ്യേണ്ട, ഇൻസേർട്ട് ചെയ്യാം. കണ്ട, ഞാനൊരു കോളം അവിടെ ഇൻസേർട്ട് ചെയ്തു. ക്ലിയർ? ഇനി ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, Ctrl+A അടിച്ചു. കണ്ടോ? അപ്പൊ ആ Ctrl+A എന്ന് പറയുന്നത് അതിന്റെ ചുറ്റുമുള്ള ടെക്സ്റ്റ് ഉള്ള ഡേറ്റ മാത്രമേ സെലക്ട് ആവൂ. ഇവിടെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ഇവിടെ കണ്ട, ഈ സറൗണ്ടിങ്സ് കണ്ട ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഉള്ളത് സെലക്ട് ആവില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? പറയൂ പറയൂ, പ്ലീസ് റെസ്പോണ്ട്. ക്ലിയർ ആയില്ല? എല്ലാവർക്കും പിടുത്തം കിട്ടി? ഒന്നുകൂടി പറയണോ? എല്ലാരും റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവരും ഇപ്പൊ ചെയ്യണത്, എല്ലാവരും ഇപ്പൊ ചെയ്യണം. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഓക്കെ. ഇതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇൻസേർട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു അല്ലെ? നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ ചെയ്യുമ്പോൾ ആ ചുറ്റുപാടും ഉള്ളത് മാത്രമായിരിക്കും എന്താവാ, ഇത്. ഇനി നമുക്ക് ഈ പർട്ടിക്കുലർ, ഇപ്പൊ ഞാനിവിടെ ചെയ്യാൻ വേണ്ടി ഇട്ട ഷീറ്റ് ആണല്ലേ. ഇപ്പൊ ഷീറ്റ് 4 നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക. ഡിലീറ്റ് ഷീറ്റ് ഉണ്ട്, കണ്ട, ഡിലീറ്റ് അടിക്കുക, ഷീറ്റ് പോവും. അടുത്ത ഷീറ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് അടിക്കുക, ഡിലീറ്റ് ഷീറ്റ് ഉണ്ട്, ഡിലീറ്റ് അടിക്കുക. നമുക്ക് വീണ്ടും ഇതിലേക്ക് തന്നെ വരും. ഇത് ക്ലിയർ ആയാലോ? നമുക്ക് വേണമെങ്കിൽ ഒരു ഷീറ്റ് ഡിലീറ്റ് ചെയ്യാം. വീണ്ടും ഒരു ഷീറ്റ് വേണമെങ്കിൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യും. ഇവിടെ തന്നെ നമുക്ക് റൈറ്റ് ക്ലിക്ക് അടിച്ചാലും ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഡിലീറ്റ് കൊടുക്കാം, അങ്ങനെയും ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എക്സലിലെ സെയിം കാര്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും. ക്ലിയർ? എവരിബഡി ഈസ് ക്ലിയർ? എല്ലാവരും ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ നാളത്തെ ടോപ്പിക്സ് ആണ് ഇതിലും അഡ്വാൻസ്ഡ് ആണ്. നാളത്തെ ടോപ്പിക്സ്. നാളത്തെ ക്ലാസ് ആരും മിസ് ചെയ്യരുത്. ഇന്നത്തെ ക്ലാസ് ഒന്നുകൂടി ശരിക്കും പ്രിപ്പയർ ചെയ്യണം. ഓരോ ക്ലാസ് മിസ്സാവുന്നതോടെ നിങ്ങൾക്ക് ഇങ്ങനെ അതിന്റെ ബർഡൻ കൂടി കൂടി വരും കേട്ടോ. അതുകൊണ്ടാണ് അത് ഇത് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഞാൻ ഈ സെല്ലിന് ഒരു കളർ കൊടുത്തു. സോറി,
ഈ സെല്ല് നിങ്ങൾക്കിത് അറിയാം. ഈ കോളം മൊത്തം സെലക്ട് ചെയ്യണമെങ്കിൽ മുകളിലൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. കേട്ടോ, മൊത്തം സെലക്ട് ആവും. നമുക്ക് എന്തെങ്കിലും ഫിൽ കളർ കൊടുത്താൽ അവിടെ ഒരു കളർ വരും. നമുക്കത് അറിയുന്നതാണ്. ഇനിയിപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു ബോർഡർ കൊടുക്കണമെങ്കിൽ നമുക്കത് അറിയാം. ഓൾ ബോർഡർ കൊടുത്താൽ ബോർഡർ ഒക്കെ വരും. നമുക്കത് അറിയുന്നതാണ്. ഇനി നമ്മളിവിടെ എ ബി സി ഡി, ഇവിടെ നമുക്ക് ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കണ്ട, ഇൻസേർട്ട് സെല്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മളിത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഷിഫ്റ്റ് സെൽ റൈറ്റ് എന്നുണ്ട്. കണ്ട, ഫസ്റ്റ് വൺ ഉണ്ട് ഷിഫ്റ്റ് സെൽ റൈറ്റ്. നിങ്ങൾക്ക് ഇപ്പൊ അതിന്റെ ഡിഫറൻസ് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഇത്രം നമ്മൾ സെലക്ട് ചെയ്തു, ഇത്രം സെല്ല് സെലക്ട് ചെയ്തു. ഇവിടെ ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് സെൽ റൈറ്റ്. ആ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ല് റൈറ്റിലേക്ക് പോകണം. ചേരാം, കണ്ട, ആ 4 സെല്ല് റൈറ്റിലേക്ക് വന്നു. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന അങ്ങടേക്ക് പോയി. ഇത് ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ല. മനസ്സിലായി. വേറെ ആർക്കെങ്കിലും പിടുത്തം കിട്ടിയോ? ഒന്നും കൂടി പറയണോ? നമുക്ക് വേണമെങ്കിൽ ഇത്രയും കൂടി ഇത് വേണമെങ്കിൽ സെലക്ട്, ഇങ്ങനെയും കൂടി സെലക്ട് ചെയ്യും, താഴത്തെ കൂടി. എന്നിട്ട് വീണ്ടും സെൽ റൈറ്റ് കൊടുക്കാം. ഷിഫ്റ്റ് സെൽ റൈറ്റ്. കണ്ട, പത്രം റൈറ്റിലേക്ക് പോകുന്നു. ഞാനത് ഇട്ടത്, അത് പോകുന്നത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ക്ലിയർ? ഇനി നമുക്ക് വീണ്ടും ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യാം, ഇൻസേർട്ട് സെല്ലിൽ ക്ലിക്ക് ചെയ്യാം, ഷിഫ്റ്റ് സെൽ ഡൗൺ, താഴേക്ക് പോകണം. വെച്ചാൽ ഓക്കെ അടിക്കുക. സോറി, ഇൻസേർട്ട് സെൽ എടുക്കുക, ഇൻസേർട്ട് സെൽ എടുക്കുക, ഷിഫ്റ്റ് സെൽ ഡൗൺ ക്ലിക്ക് ചെയ്യുക. കണ്ട, ആ സെല്ലിലുള്ള വാല്യൂ താഴേക്ക് വന്നു. അതാണ് ഷിഫ്റ്റ് സെൽ ഡൗൺ. ക്ലിയർ ആയോ? ഇനി ഈ എൻ്റെ റോ കണ്ട, എൻ്റെ റോ നമുക്ക് എന്ത് ചെയ്യാം? കണ്ട, അവിടെ ഒരു 4 റോ ഇൻസേർട്ട് ആയി. ക്ലിയർ ആയോ? ക്ലിയർ? കൺഫ്യൂഷൻ ആണോ? എൻ്റെ കോളം നമുക്ക് എന്ത് ചെയ്യാം? ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ മൊത്തത്തിൽ അങ്ങടേക്ക് മാറും. അതായത് എം ഉള്ളത് മൊത്തം എന്നിലേക്ക് പോകും. ഓക്കെ അടിക്കുക. കണ്ട, എൻ്റെ കോളം നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഇത്തരം കാര്യം പിടുത്തം കിട്ടിയോ? പിടുത്തം കിട്ടിയോ? കുട്ടിക്ക് കിട്ടിയെന്ന് പറയട്ടോ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനി ഇതെല്ലാം നിങ്ങൾ ചെയ്യണം, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അടുത്ത ഒരു കോൺസെപ്റ്റ് ആണ് കോപ്പിയിങ് ആൻഡ് മൂവിങ്. എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കട്ടെ പ്ലീസ്. കോപ്പിയിങ് ആൻഡ് മൂവിങ്, അതാണ് അടുത്ത കോൺസെപ്റ്റ്. എല്ലാവരും കൂടി എഴുതി വെച്ചോളൂ, കോപ്പിയിങ് ആൻഡ് മൂവിങ്. ഓക്കെ, നമുക്ക് ഇപ്പൊ ഇവിടെ ഈ ഷീറ്റിന്റെ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ കണ്ട, ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഒരു പ്ലസ് കാണാം. പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. കണ്ട, പത്രം ഭാഗം കട്ട് ചെയ്ത് ഇങ്ങടേക്ക് വന്നു. ക്ലിയർ? അതിനെ പറയാനാണ് മൂവ് ചെയ്യുക. അല്ലെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ എക്സ് അടിക്കാം, അതിനിവിടെ പേസ്റ്റ് ചെയ്യാം. വേണ്ട, രണ്ടിൻ്റെയും സെയിം ഇമ്പാക്റ്റ് ആണ്. കട്ട് ചെയ്യില്ലേ നമ്മൾ, അല്ലെങ്കിൽ വേറൊരു പരിപാടി ചെയ്യാം. നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് അടിക്കുക, കട്ട്, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് അടിക്കുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? പേസ്റ്റ് അടിക്കുക. സോറി, സെലക്ട് ആയില്ല. ഓക്കെ, റൈറ്റ് ക്ലിക്ക് അടിക്കുക, കട്ട്, എന്നിട്ട് നമുക്ക് ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യാം, പേസ്റ്റ് അടിക്കാം. കൺട്രോൾ പേസ്റ്റ് അടിക്കുക. കണ്ട, കട്ടും പേസ്റ്റും
അത് തന്നെയാണ് മൂവ് ചെയ്യുക എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇത് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇപ്പൊ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പ്ലസിന്റെ അവിടേക്ക് വരുമ്പോൾ നമുക്ക് വേറൊരു പ്ലസ് കാണാം കണ്ട. ഈ പ്ലസ് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നതും കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതും ഒക്കെ സെയിം തന്നെയാണ്. നമുക്ക് കൺട്രോൾ സി അടിക്കാം. കോപ്പി അടിച്ചിട്ട് പേസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇവിടുന്ന് ഈ ലെഫ്റ്റിലുള്ളത് പോവില്ല. ഇതിനെ പറയുന്നതാണ് നമ്മളിപ്പോ ഇവിടെ കോപ്പി ഇതിനെ പറയുന്നതാണ് സോഴ്സ്. ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് ഇതിനെ പറയുന്നതാണ് ഡെസ്റ്റിനേഷൻ. സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ. ക്ലിയർ ആയോ? അല്ലെങ്കിൽ കൺട്രോൾ എക്സ് എന്ന് പറയും. നമ്മൾ കട്ട് ചെയ്യുന്നത് കൺട്രോൾ കോപ്പി ചെയ്യുന്നതാണ് കൺട്രോൾ സി, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുന്നതാണ് കൺട്രോൾ വി. ക്ലിയർ ആയോ? ഇല്ല. കട്ട് ചെയ്തിട്ട് മാറ്റുമ്പോ അത് അവിടുന്ന് ആ ബോക്സിൽ നിന്ന് റിമൂവ് ആവും അല്ലേ? അതെ, റിമൂവ് ആവും. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ലാസ്റ്റ് റോ ഉണ്ടോ, ലാസ്റ്റ് റോ നിങ്ങൾക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തു. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഈ ലാസ്റ്റ് റോയിലുള്ള വാല്യൂ താഴേക്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ ഡി. കണ്ട, ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കൺട്രോൾ ഡി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് ഈ കോളത്തിലുള്ളത് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ആർ, കൺട്രോൾ ഡി ആൻഡ് കൺട്രോൾ ആർ. എല്ലാവരും നോട്ട് ചെയ്യുക. കൺട്രോൾ പ്ലസ് ഡി, കൺട്രോൾ പ്ലസ് ആർ. CTRL ആയാലും മതി. CTRL ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്ക് പിടുത്തം കിട്ടിയോ? ഇല്ല. ഇപ്പൊ പിടുത്തം കിട്ടിയെന്ന് പറഞ്ഞേ. പിടുത്തം കിട്ടിയോ? എന്തെങ്കിലും പറയൂ നിങ്ങളെല്ലാരും. കൺട്രോൾ ആർ ആൻഡ് കൺട്രോൾ ഡി. ഓക്കെ, അടുത്തത് എല്ലാരും ശ്രദ്ധിക്കാം. കൺട്രോൾ സി. ഇവിടെ പേസ്റ്റ് സ്പെഷ്യൽ ഉണ്ട്. അതാണ് അടുത്തത്. പേസ്റ്റ് സ്പെഷ്യൽ വേണോ? ഗോ ടു പേസ്റ്റ് സ്പെഷ്യൽ. ഓക്കെ, ശ്രദ്ധിക്കാം. എല്ലാവരും ശ്രദ്ധിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു വാല്യൂ ഇടാം. ഓക്കെ, ഇട്ടിട്ട് ഈക്വൽ കൊടുത്തിട്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ എറർ വരും കേട്ടോ. എറർ വരും എല്ലായിടത്തും. ഇവിടെ ഫോർമുല ഉണ്ട് അല്ലെ? സത്യത്തിൽ ഇവിടെ ഒരു ഫോർമുല കിടക്കുന്നുണ്ട്. എററാണ്, ഫോർമുലയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിത് ഇവിടെ കോപ്പി ചെയ്തു. കൺട്രോൾ സി കോപ്പി ചെയ്തു. ഇവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് അടിച്ച് കൺട്രോൾ പേസ്റ്റ് സ്പെഷ്യൽ. എല്ലാവരും എഴുതിയിരിക്കുക പേസ്റ്റ് സ്പെഷ്യൽ. അപ്പൊ ഈ സാധനം നമുക്കിവിടെ ഫോർമുല മാത്രം വേണമെങ്കിൽ പേസ്റ്റ് ചെയ്യാം. ഓക്കെ അടിക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ വാല്യൂ മാത്രം പേസ്റ്റ് ചെയ്യാം. ഒരു സെക്കൻഡ് കേട്ടോ. ഇവിടെ ഇത് എറർ കാണിക്കുന്നതുകൊണ്ടാണ് ഈ വാല്യൂസ് കാണിക്കുന്നത്. ഡിലീറ്റ് അടിക്കട്ടെ. ഓക്കെ, നമ്മൾ കൺട്രോൾ സി ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഫോർമാറ്റ് മാത്രം വേണമെങ്കിൽ പേസ്റ്റ് ചെയ്യാം. ഇവിടെ ഫോർമാറ്റ് കൊടുക്കാം. കണ്ടോ?
ഇപ്പൊ ഫോർമാറ്റ് മാത്രമാണ് എന്ത് ചെയ്യുക, പേസ്റ്റ് ആയത്. നമുക്ക് പലതരത്തിൽ അതിനെ പേസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം, പേസ്റ്റ് സ്പെഷ്യൽ കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഓൾ കൊടുത്തിട്ടുണ്ട്, വാല്യൂസ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് മാത്രം പറയും. ഫോർമുല ആണെങ്കിൽ ഫോർമുല മാത്രം കാണിക്കും. ഇപ്പൊ എല്ലാത്തിലും എല്ലാ സാധനവും ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ നമുക്കിപ്പോ ഇതിൽ മാത്രം ഇതിലൊരു കമന്റ് ഇടാം. കമന്റ് ആഡ് ചെയ്യുക. സോറി, റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഇൻസെർട്ട് കമന്റ് കൊടുക്കാം. കമന്റ് കൊടുത്തിട്ട് ടെസ്റ്റിംഗ് കൊടുക്കാം. ഓക്കെ, ടെസ്റ്റിംഗ് കൊടുത്തു, നമ്മളത് ചെയ്തു. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തു, റൈറ്റ് ക്ലിക്ക് അടിച്ചു, ഇൻസെർട്ട് കമന്റ് കൊടുക്കാം, ടെസ്റ്റിംഗ്. ഓക്കെ, 2 കോളം നമ്മൾ സെലക്ട് ചെയ്തു അല്ലേ. ഇനി നമ്മളിത് കോപ്പി ചെയ്യാം, Ctrl+C. ഇവിടെ കൊണ്ടുപോയി നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിക്കുക, പേസ്റ്റ് അടിക്കുക. പേസ്റ്റ് ചെയ്ത് നമുക്ക് കമന്റ്സ് മാത്രം സെലക്ട് ചെയ്യാം. കണ്ടോ, അപ്പൊ ഇവിടെ 2 കമന്റുകൾ മാത്രം കണ്ടോ, 2 കമന്റ്സ് മാത്രം വന്നു, വാല്യൂസ് വന്നില്ല. എല്ലാവർക്കും മനസ്സിലായോ? ഇല്ല, Yes. പിടുത്തം കിട്ടിയോ? പറയൂ പ്ലീസ്. Yes, yes, yes. Yes. ഓക്കെ, ആമിറെ ഇതൊക്കെ അറിയോ? അറിയാം. ഗുഡ്. അപ്പൊ നമുക്ക് പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം വേണമെങ്കിൽ അവിടെ പേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് വാല്യൂസ് ആഡ് ചെയ്യാം. 5, 6, 45, 24, 6 ആഡ് ചെയ്തു. നമ്മളിവിടെ 10 ഇട്ടു കേട്ടോ. 10 കോപ്പി ചെയ്യുക, എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഇടാം. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് സോറി സി, എന്നിട്ട് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് സ്പെഷ്യൽ അടിക്കുക. പേസ്റ്റ് സ്പെഷ്യൽ അടിച്ചിട്ട് മൾട്ടിപ്ലൈ കൊടുക്കുക. ക്ലിയർ ആയോ? ഇപ്പൊ ഞാൻ ചെയ്ത് മനസ്സിലായോ? ഇല്ല സാർ, ഒന്നും കൂടെ മനസ്സിലായോ? പറ. ഒന്നും കൂടി ശരിക്കും ശ്രദ്ധിച്ചാൽ അത് കിട്ടൂ. ശരിക്കും ശ്രദ്ധിക്കുക, എന്നാലാണത് കിട്ടൂ. എല്ലാരും ശ്രദ്ധിക്കാട്ടെ, കിട്ടൂ. എല്ലാവരും ശ്രദ്ധിക്കാം. ഡിലീറ്റ്. നമുക്ക് ഇവിടെ കുറച്ച് വാല്യൂസ് ഉണ്ട്. ഇപ്പൊ 10, 20, 30, 40, 50, 60 എന്ന് പറയുന്ന വാല്യൂസ് ഉണ്ട്. ഇവിടെ 10 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. ഈ 10 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഉള്ള എല്ലാ വാല്യൂസിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ഇത് എന്ത് ചെയ്യുക, Ctrl+C അടിക്കുക, ഇത് സെലക്ട് ചെയ്യുക ഇവിടെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റൈറ്റ് ക്ലിക്ക് അടിക്കുക, പേസ്റ്റ് സ്പെഷ്യലിലേക്ക് പോവാം. പേസ്റ്റ് സ്പെഷ്യലില് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, കണ്ടോ. അപ്പൊ 10 ആ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ വാല്യൂസും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ അടിക്കുക, കണ്ട. അപ്പൊ എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്തു. കിട്ടിയോ? ഇല്ല. ഒന്നുകൂടി പറയണോ? ക്ലിയർ ആയി. ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയി. യെസ്. ബാക്കിയുള്ളവർ പറയൂ, എല്ലാവരും പറയൂ പ്ലീസ്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും Ctrl+C അടിക്കാം. വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുക, ആ റേഞ്ച് സെലക്ട് ചെയ്തിട്ട് വീണ്ടും പേസ്റ്റ് അടിക്കുക, പേസ്റ്റ് സ്പെഷ്യൽ അടിക്കുക. നമുക്ക് വേണമെങ്കിൽ ആഡ് കൊടുക്കാം. അപ്പൊ എല്ലാത്തിൻ്റെയും കൂടെ 100ന്റെ കൂടെ 10 ആഡ് ആവും, 200ന്റെ കൂടെ 10 ആഡ് ആവും. ആഡ് ക്ലിക്ക് ചെയ്യുക, കണ്ടോ. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ Ctrl+C സെലക്ട് ചെയ്യാം. ഇതിലേക്കാണ് അതിന്റെ വാല്യൂസ് നമുക്ക് എന്തെങ്കിലും സബ്ട്രാക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. വീണ്ടും റൈറ്റ് ക്ലിക്ക് അടിക്കുക, പേസ്റ്റ് സ്പെഷ്യൽ അടിക്കുക. അതിനുശേഷം നമുക്കിപ്പോൾ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ എല്ലാ വാല്യൂയിൽ നിന്നും 10 സബ്ട്രാക്ട് ആവും. 110 നമുക്ക് വീണ്ടും പഴയ വാല്യൂലേക്ക് വരും, കണ്ടോ. അതാണ് പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്നത്. എല്ലാവർക്കും പിടുത്തം കിട്ടണ്ടോ? Yes, sir.
Yes, sir. ഓക്കെ. അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ ഈ ഇതിൽ കോളം കിടക്കുന്നത് ഇവിടെ സ്റ്റുഡന്റ് ഐ ഡി നെയിം ഇതാണ് അല്ലെ, ഇവിടെ വാല്യൂ ആണ്. നമുക്ക് ഇതിനെ ഈ കോളത്തിനെ റോ ആക്കാൻ പറ്റും, റോനെ കോളം ആക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാം. വീണ്ടും നിങ്ങൾ കൺട്രോൾ അടിക്കുക, ഇവിടെ പേസ്റ്റ് പേസ്റ്റ് സ്പെഷ്യൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ട്രാൻസ്പോസ് ഉണ്ട്, ട്രാൻസ്പോസ് കണ്ട, ഈ സ്റ്റുഡന്റ് ഐ ഡി എന്നുള്ളത് താഴേക്ക് വന്നു. മനസ്സിലായോ? ഓക്കെ. ഇതിന്റെ വാല്യൂസ് ഇടയ്ക്ക് മുകളിലേക്ക് പോയി. അതായത് റോസിനെ കോളം ആക്കാൻ പറ്റും, കോളത്തിനെ റോസ് ആക്കാൻ പറ്റും. ക്ലിയർ ആയോ? Yes. Yes. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങളത് ചെയ്ത് 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 വന്നാലാണ് കിട്ടൂ. ഓക്കെ. എവിടെയെങ്കിലും കൺഫ്യൂഷൻഡാ ഇതുവരെ? ഓക്കെ. Okay, റെഡിയാണ്. കുറച്ചറിയാത്തവർ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ചെയ്യുക നിങ്ങൾ ഇതുപോലത്തെ ഓരോ റിയൽ കേസുകളിട്ട് നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ടാണ് നിങ്ങൾ എക്സ്പെർട്ട് ആവണം. ഓക്കെ. ഇനി അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഗോ ടു സ്പെഷ്യൽ എന്ന് പറയും. എല്ലാവരും അത് നോട്ട് ചെയ്ത് വെക്കുക. ഗോ ടു സ്പെഷ്യൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് പേസ്റ്റ് സ്പെഷ്യൽ ആണ്, ഗോ ടു സ്പെഷ്യൽ എന്ന് പറയും. ഓക്കെ. ഗോ ടു സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടെ ഇതിങ്ങനെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഗോ ടു സ്പെഷ്യൽ, അതിൽ തന്നെ വാക്കിലും എല്ലാം ക്ലിയർ ആണ്. നമ്മളിവിടെ ഫൈൻഡ് ആൻഡ് സെലക്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ഗോ ടു സ്പെഷ്യൽ ക്ലിക്ക് ചെയ്യുക. കണ്ട, ഇവിടെ കമന്റ് മാത്രം നമുക്ക് സെലക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. കണ്ട, ഇത് ഫസ്റ്റ് വൺ സെലക്ട് ആണ് ഓൾറെഡി. അതിവിടെ നമുക്കിവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് വൺ C2 ഓൾറെഡി നമുക്കിവിടെ കാണാം. ഈ ഫസ്റ്റ് സെല്ല് സെലക്ട് ആയതുകൊണ്ടാണ് അതിലങ്ങനെ കാണിക്കാത്തത്. ഇവിടെ ഈ സെൽ റെഫറൻസ് കാണാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളൊരു വലിയ ടേബിൾ ആണെന്ന് വിചാരിക്കുക. വലിയ ടേബിൾ ആണ്. ഈ ടേബിളിൽ ഇപ്പൊ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ, വലിയ ടേബിൾ ആണ്. ആ ടേബിളിൽ ഒരു പർട്ടിക്കുലർ ഭാഗം മാത്രം നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. അതാണ് ഗോ ടു സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിപ്പോ ഇവിടെ സെലക്ട് ചെയ്തു, മൊത്തത്തിൽ ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫൈൻഡ് ആൻഡ് ഗോ ടു സ്പെഷ്യൽ ക്ലിക്ക് ചെയ്യുക. കമന്റിൽ മാത്രം നമുക്ക് പോകണം എന്ന് വിചാരിക്കുക. കമന്റ് മാത്രമുള്ള സെല്ലിലേക്ക് പോകണമെങ്കിൽ അത് ഓക്കെ അടിക്കുക. കണ്ട, അപ്പൊ ഇതിന് കമന്റ് ഉണ്ട്, ഇത് സെലക്ട് ആണ്. ഇതിനും കമന്റ് ഉണ്ട്, ഇത് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കളർ കാണിച്ചിട്ടില്ല എന്നുള്ളതും സെലക്ട് ആണ്. കാരണം ഈ സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഇതാണ്. ഇനി ഞാൻ വേറൊരു ഇതിനും കൂടി നമുക്ക് വേണമെങ്കിൽ ഇൻസെർട്ട് കമന്റ് കൊടുക്കാം. അതിന് വേണമെങ്കിൽ ഞാൻ ഇൻസെർട്ട് കമന്റ് കൊടുത്തു. ഓക്കെ, ILT കണ്ട. അപ്പൊ 3 കമന്റ് ഉണ്ട്. കമന്റ് നമുക്കിവിടെ ഇൻഡിക്കേറ്റർ ഉണ്ട്, റെഡ് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ ഉണ്ട് കമന്റിന്. 3 എണ്ണത്തിനുണ്ട്. അപ്പൊ ഞാൻ ഇനി നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ 2 എണ്ണം അതിൽ സെലക്റ്റഡ് ആവും. ഈ ഫസ്റ്റ് വണ്ണിന് നെയിം റെഫറൻസ് ഇവിടെ കാണിക്കും. വീണ്ടും ഇത് ക്ലിക്ക് ചെയ്യുക, ഗോ ടു സ്പെഷ്യലി പോവുക, കമന്റ്സ് ക്ലിക്ക് ചെയ്യുക. കണ്ട, ഈ 2 എണ്ണം സെലക്ട് ആയി. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ശരിക്കും 3 എണ്ണം സെലക്ട് ആയി. ഇനി നമുക്ക് കേരളത്തിലും കൊടുക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇൻസേർട്ട് കമന്റ് അടിക്കുക, ഓക്കെ അടിക്കുക. അപ്പൊ 4 കമന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും ഈ സെല്ലിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് 4 കമന്റ് ഉള്ളത് മാത്രം കാണണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം? ഗോ ടു സ്പെഷ്യൽ അടിക്കുക, കമന്റ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ കണ്ട, സെലക്ട് ആവും. ഇതിന്റെ വാല്യൂസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. അത് ഫസ്റ്റ് വൺ അതാണ്. നമ്മൾ റേഞ്ച് ഓഫ് സെല്ല് ചെയ്യുമ്പോൾ കാണാറില്ലേ? ക്ലിയർ ആയോ? ഇനി നമുക്ക് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 3-4 എണ്ണം സെലക്ട് ആയി അല്ലെ? 4 എണ്ണം സെലക്ട് ആയി. നമുക്ക് വേണമെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് ഫിൽ കളർ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം?
കൺട്രോൾ പ്രസ് ചെയ്യുക, വെറുതെ ഒരു ഫിൽ കളർ കൊടുത്തത് ഫിൽ കളർ ആയിക്കോളും. കണ്ട, അങ്ങനെ കൊടുക്കുമ്പോൾ ഇതിനും അതിന്റെ ഇമ്പാക്റ്റ് കിട്ടും. ഇനി നമ്മൾ പുറത്ത് ക്ലിക്ക് ചെയ്താൽ കിട്ടും. ആ 4 നമുക്ക് പെട്ടെന്ന് അതിലേക്ക് ലൊക്കേറ്റ് ചെയ്യാം. ആർക്കൊക്കെ മനസ്സിലായി? ഗോ ടു സ്പെഷ്യൽ എല്ലാവർക്കും മനസ്സിലായോ? ഇല്ല. സാർ എല്ലാവർക്കും പിടുത്തം കിട്ടുന്നുണ്ടോ? സാർ ഞാനൊന്ന് ലീവ് ചെയ്യാണ്. ഞാൻ അതെ. നാളെ ക്ലാസ് കണ്ടോളാം. ഇതാരത്? ഞാൻ ലിയാന. അതെ, പോണെന്തേ? ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആഹാ, പഠിക്കുമ്പോഴൊക്കെയാണ് ഗസ്റ്റ്, അതൊക്കെ വരും. അവിടെ ഇരുന്ന് പഠിക്കേ. ഇവിടെ വേറെ ആരില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്നാ ശരി, നടക്കട്ടെ. ഞാൻ നാളെ ക്ലാസ് കണ്ടോളാം. ഓക്കെ, ഗുഡ്. ശരി. നാളെ ചോദിക്കൂട്ടോ. ആ ഓക്കെ. ഗോ ടു സ്പെഷ്യൽ മനസ്സിലായ എല്ലാവർക്കും? ഇല്ല. Yes, sir. വെരി ഗുഡ്. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഗോ ടു സ്പെഷ്യൽ അതായത് ഇപ്പൊ നിങ്ങൾ ഞാൻ തരും, നിങ്ങൾ അത് ചെയ്യണം. വീണ്ടും നമ്മളിപ്പോ ഗോ ടു സ്പെഷ്യലിൽ പോവാ. നമുക്ക് വേണമെങ്കിൽ കോൺസ്റ്റന്റ് മാത്രമുണ്ട്. കോൺസ്റ്റന്റും ഫോർമുല എന്നത് ഞാൻ പറഞ്ഞുതരാം. കോൺസ്റ്റന്റ് ക്ലിക്ക് സെലക്ട് ചെയ്യുക. അപ്പൊ മൊത്തം ഇവിടെ സെലക്ട് ആയി. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് നമുക്ക് ഒരു ഫോർമുല ഇടാം. ഈക്വൽ 5 + 2 7 എടുക്കട്ടെ. നമ്മളിത് മൊത്തം സെലക്ട് ആയി. നേരത്തെ നോക്കിയിട്ട് വേണ്ടായി. സെലക്ട് ആയി. ഗോ ടു സ്പെഷ്യൽ അടിക്കുക. കോൺസ്റ്റന്റ് സെലക്ട് ചെയ്തു. കണ്ട, കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അതായത് ടെക്സ്റ്റ് ഉണ്ട്, ഫോർമുല ഇല്ലാത്ത ഭാഗമാണ് കോൺസ്റ്റന്റ്. എല്ലാവരും ക്ലിയർ ആയോ? ഫോർമുല ഇല്ലാത്ത ഭാഗമാണ് കോൺസ്റ്റന്റ്. ക്ലിയർ? അതായത് ഞാനിവിടെ മൊത്തം സെലക്ട് ചെയ്തു. ഗോ ടു സ്പെഷ്യൽ അടിച്ചു. ഗോ ടു സ്പെഷ്യൽ അടിച്ചാൽ ഇനി നമുക്ക് ഒരു കോൺസ്റ്റന്റ് കൊടുത്തു. ഈ കോൺസ്റ്റന്റിൽ തന്നെ നമ്പർ മാത്രം നമുക്ക് കിട്ടാവ്. ടെക്സ്റ്റും ലോജിക്കൽ എററും സെലക്ട് ചെയ്തു. അപ്പൊ കോൺസ്റ്റന്റിൽ നമ്പർ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാം. കണ്ട, ഇത്ര മാത്രം സെലക്ട് ആയി. ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ല. Yes, sir. ഓക്കെയാണ്, മനസ്സിലായി. മനസ്സിലായോ? Yes. കൺഫ്യൂഷനോ? ഇല്ല. ഇനി നമുക്ക് ഇത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഗോ ടു സ്പെഷ്യലി പോവാം. നമുക്ക് വേണമെങ്കിൽ കോൺസ്റ്റന്റ് എടുക്കാം. ടെക്സ്റ്റ് മാത്രം കൊടുക്കാം. ടെക്സ്റ്റ് മാത്രം കൊടുക്കാം. അപ്പൊ ടെക്സ്റ്റ് മാത്രം സെലക്ട് ആയി. നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗം നമുക്ക് മാത്രം സെലക്ട് ചെയ്ത് കിട്ടണമെങ്കിൽ കിട്ടാം. അതിന്റെ കളർ മാറ്റി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഇനിയിപ്പോ വീണ്ടും അടുത്തത് എടുക്കണമെങ്കിൽ ഫോർമുല മാത്രം സെലക്ട് ചെയ്യണം വിചാരിക്കാം. ഫോർമുല ക്ലിക്ക് ചെയ്യുക. ഗോ ടു സ്പെഷ്യൽ എടുക്കുക. ഗോ ടു സ്പെഷ്യല് ഫോർമുല സെലക്ട് ചെയ്യുക. ഓക്കെ അടിക്കുക. കണ്ടോ, ഈ ഫോർമുല മാത്രം സെലക്ട് ആയി. അതാണ് കോൺസ്റ്റന്റും ഫോർമുലയും. കോൺസ്റ്റന്റും ഫോർമുലയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി? എല്ലാവരും ബുക്കിൽ എഴുതാട്ടോ, കോൺസ്റ്റന്റ് ആൻഡ് ഫോർമുല. എല്ലാവർക്കും അത് മനസ്സിലായോ? ഗുഡ്. അടുത്തതാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയും. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് നമുക്കറിയാം. ഇവിടെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ എഫ് അടിക്കുക. കൺട്രോൾ എഫ് അടിച്ചാൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് കിട്ടും. കൺട്രോൾ എഫ് അടിക്കുക. ക്ലിയർ? എല്ലാവരും അത് നോട്ട് ചെയ്ത് വെച്ചാൽ കൺട്രോൾ എഫ് അടിച്ചാൽ നമുക്ക് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് കിട്ടും. അല്ലെങ്കിൽ റീപ്ലേസിലും കിട്ടും, ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. നമുക്കിപ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഫൈൻഡ് മാത്രം ചെയ്യണമെങ്കിൽ ഫൈൻഡ് മാത്രം കിട്ടും കേട്ടോ. ഇപ്പൊ നമുക്കിപ്പോൾ BBA ഫൈൻഡ് ചെയ്യണമെന്നായിരിക്കും. BB അടിക്കുക. ഫൈൻഡ് നെക്സ്റ്റ് കൊടുത്താൽ കണ്ട, എന്താണ് റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്തില്ല, അതുകൊണ്ടാണ് എറർ വന്നത്. റേഞ്ച് ഇതാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫൈൻഡ് ഉണ്ട്, കണ്ടോ? ഫൈൻഡ് ആൻഡ് സെലക്റ്റിൽ ഫൈൻഡ് ഉണ്ട്. ഫൈൻഡ് ക്ലിക്ക് ചെയ്യാം.
ഓക്കെ, ഫൈൻഡും ആൻഡ് റീപ്ലേസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വരും, ഫൈൻഡിൽ തന്നെ ഇതുണ്ട്. നമ്മൾ BBA കൊടുത്തു ഫൈൻഡ് നെക്സ്റ്റ് കൊടുത്താൽ ക്ലിക്ക് ഓപ്ഷൻസ് ഫോർ മോർ വേസ് ടു സെർച്ച്. ഇതെന്താ കാണിക്കാത്ത? ഫൈൻഡ് ഓൾ എന്താണ് കാണിക്കാത്ത? ചൂസ് ക്ലിയർ ഫൈൻഡ് ഫോർമാറ്റ്. ഓക്കെ, ഇനി കിട്ടും. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തു, ഫൈൻഡ് ക്ലിക്ക് ചെയ്തു, ഫൈൻഡ് നെക്സ്റ്റ് അടിച്ചു. കണ്ടോ? ഫൈൻഡ് നെക്സ്റ്റ് അടിക്കുമ്പോൾ അവിടെ ഒരു സെല്ല് കാണിക്കും, അടുത്ത് വീണ്ടും ഫൈൻഡ് അടുത്ത സെല്ല് കാണിക്കും, വീണ്ടും അടുത്തത് കാണിക്കും. മനസ്സിലായല്ലോ? ഫൈൻഡ് ഓൾ അടിച്ചാൽ എല്ലാം കാണിക്കും. കണ്ട, ഇവിടെ താഴെ കാണിക്കും എത്ര ഏതൊക്കെയാണ് എവിടെയൊക്കെയാണെന്നുള്ളത്, ഏത് സെല്ലാണെന്ന് കാണിക്കും, ഏത് ഷീറ്റ് ആണെന്ന് കാണിക്കും. അപ്പോൾ ഇവിടെ 4 BBA ഉണ്ട് അല്ലേ? 4 BBA. അതാണ് ഫൈൻഡ് നെക്സ്റ്റും ഫൈൻഡ് ഓളും തമ്മിലുള്ള ഡിഫറൻസ്. എല്ലാവർക്കും ക്ലിയർ ആയോ? ഫൈൻഡ് നെക്സ്റ്റും ഫൈൻഡ് ഓളും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയോ? ഇല്ല. Yes. വീണ്ടും നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, നമ്മൾ ഫൈൻഡ് ആൻഡ് റീപ്ലേസിൽ റീപ്ലേസ് വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെയാണ് ഫൈൻഡ് റീപ്ലേസ്. കണ്ട, നമ്മൾ ഫൈൻഡ് നെക്സ്റ്റ് ഫൈൻഡ് ഓൾ ചെയ്തതുപോലെയാണ് റീപ്ലേസും റീപ്ലേസ് ഓളും. നമ്മളിപ്പോൾ ഇവിടെ BBAയുടെ സ്ഥാനത്ത് നമ്മൾ വേണമെങ്കിൽ BA കൊടുക്കാം, BA. അപ്പം നമ്മൾ റീപ്ലേസ് കൊടുത്തു. I cannot find the match. എന്താണ് കാണിക്കുന്നത്? റീപ്ലേസ് ഓൾ. റീപ്ലേസ് ഓൾ കൊടുത്താൽ കണ്ട, ഓൾ ഡൺ. വി മെയ്ഡ് 4 റീപ്ലേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പർട്ടിക്കുലർ സെല്ലിന്റെ മാത്രം റീപ്ലേസ് ചെയ്യാനാണ്. ഇപ്പൊ നമുക്ക് BCom ഇത് മാത്രം, ഇത് വേണമെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ സെല്ല് ഒരെണ്ണം കൊടുക്കണമെങ്കിൽ മാത്രമാണ് അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ റീപ്ലേസ് ഓൾ കൊടുത്താൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് നമ്മുടെ ഏതെങ്കിലും വാല്യൂസ് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. ക്ലിയർ? ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഫോർമാറ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, ഫൈൻഡ് ചെയ്യാം, ഫോർമാറ്റ് ഫൈൻഡ് ചെയ്യാം. വീണ്ടും നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ഫോർമാറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യാം, ക്ലിക്ക് ചെയ്തിട്ട് ചൂസ് ഫോർമാറ്റ് ഫ്രം സെല്ല് കൊടുക്കുക. കണ്ട, ഇവിടെ ഒരു പെന്ന് വരും, ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടപ്പോൾ അത് ഇവിടെ കാണിക്കും. അത് കാണിച്ചാൽ ഫൈൻഡ് ഓളിൽ ഫൈൻഡ് നെക്സ്റ്റ് കൊടുത്താൽ ഓരോന്ന് കാണിക്കും. വി ആർ ലുക്കിംഗ് ഫോർ ഫൈൻഡ് ഓൾ. സോറി ട്ടാ, ഇവിടെ ഇത് കിടക്കാണ്. ഫൈൻഡ് നെക്സ്റ്റ് കൊടുക്കുക. കണ്ട, അത് അടുത്ത സെല്ലിലേക്ക് പോയി വീണ്ടും ഫൈൻഡ് നെക്സ്റ്റ് കൊടുത്താൽ അടുത്ത സെല്ലിലേക്ക് ഒരു ഫോർമാറ്റിന് ചെയ്യാം. ഫൈൻഡ് ഓൾ കൊടുത്താൽ മൊത്തത്തിൽ കാണിക്കും ഏതൊക്കെ ഇതിലാണ് നമുക്ക് ഫോർമാറ്റ് ഇവിടെ ചൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? ഇവിടെ ഞാനത് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ഫൈൻഡ് ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഇവിടെ ഒരു കളർ കൊടുത്തു, ബ്ലൂ. ഇവിടെ നമ്മൾ സെയിം കളർ കൊടുത്തു. ഇത് ക്ലിയർ ആയല്ലോ? ഇവിടെ നമ്മൾ സെയിം കളർ കൊടുത്തു. നമുക്ക് അറിയണം എവിടേക്കാണ് ബ്ലൂ ഉള്ളതെന്ന് അറിയാം. കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇവിടെ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഫൈൻഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോ ഫോർമാറ്റ് കൊടുത്തിട്ടില്ല, അപ്പൊ പുതിയ ഫോർമാറ്റ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ റൈറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ചൂസ് ഫോർമാറ്റ് ഫ്രം സെല്ല് സെലക്ട് ചെയ്യുക. ഈ ഫോർമാറ്റ് നമ്മൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കാണിച്ചു പ്രിവ്യൂ. കണ്ട, ഇനി ഫൈൻഡ് ഓൾ കൊടുത്താൽ നമുക്ക് ഇവിടെ കാണിക്കും. മറ്റത് കാണിക്കുന്ന പോലെ തന്നെ 3 സ്ഥലത്തുണ്ട്. കണ്ട, ജേക്കബ്, ചെന്നൈ, കൊച്ചി 3 വാല്യൂസിൽ അതിന്റെ ഫോർമാറ്റ് ബ്ലൂ ആണ്. ഫൈൻഡ് ഓൾ ചെയ്യും. ഫൈൻഡ് നെക്സ്റ്റ് അതുപോലെ തന്നെ. എന്താണെന്ന് മനസ്സിലായോ? ഇല്ല. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ക്ലിയർ ആയോ? Yeah. Yes. എല്ലാവർക്കും ക്ലിയർ ആയോ? Yes, sir. പറയൂ. Yes, clear ആയി. ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്താലാണ് കാര്യമുള്ളൂ കേട്ടോ. ശരിക്കും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ.
എന്നാലാണ് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റൂ. ഇന്നലെ പ്രാക്ടീസ് ചെയ്തവർ ഇന്നൊക്കെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഈ കമന്റ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് കമന്റ് ഡിലീറ്റ് കമന്റ് ക്ലിക്ക് അടിച്ചാൽ ഡിലീറ്റ് കമന്റ് ഒരുമിച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി ഇതിന് നമുക്ക് ഫോർമാറ്റ് ഒക്കെ മാറ്റണമെങ്കിൽ ഇതിവിടെ സെലക്ട് ചെയ്യുക, ക്ലിയർ കൊടുക്കുക, ക്ലിയർ ഫോർമാറ്റ് കൊടുക്കുക. അപ്പം പഴയതുപോലെ ആവും കേട്ടോ. പഴയതുപോലെ നമുക്ക് കിട്ടണമെങ്കിൽ ഇത് കിട്ടും. ഇനി നമുക്ക് ഇതിന് ഓർഡർ ഒക്കെ കൊടുക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് ഓർഡർ കൊടുത്തിട്ടാ. അപ്പം നമുക്ക് വീണ്ടും പഴയതുപോലെ ആവും. ഓക്കെ, നമുക്കറിയാം ഒരു ഓരോ വാല്യൂസിലും ഓരോ സെല്ലിലും നമുക്ക് വേണമെങ്കിൽ എന്ത് ആഡ് ചെയ്തിടാം? കമന്റ് ആഡ് ചെയ്തിടാം. ഓക്കെ, ആ കമന്റ് ആഡ് ചെയ്ത് കിട്ടണമെങ്കിലുള്ള ഓപ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് അടിക്കുക, റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഇൻസേർട്ട് കമന്റ് ഇടാം അല്ലേ. നമുക്ക് വേണമെങ്കിൽ എഴുതാം ദിസ് ഈസ് ടെസ്റ്റിംഗ്. ഓക്കെ, നമുക്ക് ഈ കമന്റ് ബോക്സിനെ വേണമെങ്കിൽ വലുതാക്കാം, എത്ര വേണമെങ്കിലും വലുതാക്കാം. ഓക്കെ, നമുക്ക് ഇതിനെ വേണമെങ്കിൽ ചെറുതാക്കി ഇടണമെങ്കിൽ ചെറുതാക്കി ഇടാം. ക്ലിയർ? ഇനി ഈ കമന്റിന്റെ ഇവിടെ എഡ്ജിലേക്ക് കൊണ്ടുവരാം. കണ്ട, കമന്റിന്റെ എഡ്ജിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊണ്ടിട്ട് നമുക്ക് എവിടേക്ക് മൂവ് ചെയ്ത് വെക്കാം. ഈ ബോക്സുകൾ ഇവിടെ എൻ്റെ ബോക്സിൽ മൂവ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ കമന്റ് ഇട്ടു, വീണ്ടും റൈറ്റ് ക്ലിക്ക് അടിക്കുക, റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഇൻസെർട്ട് കമന്റ് അടിക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിട്ടു. ഇത് നമുക്ക് ഇതിന് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ ബോർഡറിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഒരു പ്ലസ് വരും. എന്നിട്ട് എന്ത് ചെയ്യണം? കൺട്രോളുമ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻ കൊണ്ടുവയ്ക്കാം. ക്ലിയർ ആയോ? ഇല്ല? യെസ്. ഓക്കെ, നമുക്ക് എഡിറ്റ് കമന്റ് ഒക്കെ ഉണ്ട്. കണ്ട, എഡിറ്റ് കമന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇവിടെ കാണിക്കും. അപ്പോൾ കമന്റിനെ എഡിറ്റ് ചെയ്യാം. ഇതിൽ കമന്റ് ഉണ്ടെന്ന് അറിയാനുള്ളതാണ് റെഡ് ഇൻഡിക്കേറ്റർ. നമുക്കത് എഡിറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക, എഡിറ്റ് കമന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ട, നമുക്കതിനെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിനെ വേണമെങ്കിൽ മൂവ് ചെയ്യാം. ഓക്കെ, എഡിറ്റ് ചെയ്യാം, മൂവ് ചെയ്യാം. ക്ലിയർ ആണോ? കമന്റ് ഭാഗം ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നു കമന്റ് ഇൻഡിക്കേറ്റർ കാണിച്ചിട്ടുണ്ട് അല്ലേ. അതായത് കമന്റിനെ സത്യത്തിൽ അവിടെ ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. കമന്റിനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ഇൻഡിക്കേറ്റർ മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ഓപ്ഷൻസ് വേണമെങ്കിൽ മാറ്റാം. ആ ഓപ്ഷൻസ് വേണം. നമുക്ക് വേണമെങ്കിൽ കമന്റിനെ അവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. നിങ്ങൾ ചില എക്സൽ ഷീറ്റിൽ കണ്ടിട്ടുണ്ടാവാം, ഫുൾ ടൈം കമന്റ് അവിടെ കാണിക്കും. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും റിപ്പോർട്ടില്? ഇല്ല. കണ്ടോ? ഇപ്പൊ ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറയും. ഫയല് ക്ലിക്ക് ചെയ്യുക, ഓപ്ഷൻസ് എടുക്കുക, അതില് അഡ്വാൻസ്ഡ് എടുക്കുക, അവിടെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഡിസ്പ്ലേ കണ്ട, ഇവിടെ ഡിസ്പ്ലേയില് ഇൻഡിക്കേറ്റേഴ്സ് ഓൺലി ആൻഡ് കമന്റ്സ് ഓൺ ഹോവർ അല്ലെ. നമ്മൾ മൗസ് ചെല്ലുമ്പോഴാണ് നമുക്ക് കമന്റ്സ് ആൻഡ് ഇൻഡിക്കേറ്റർ നമുക്ക് സെലക്ട് ചെയ്യാം. കണ്ട, ഓക്കെ അടിക്കുക. കണ്ട, അപ്പൊ നമ്മള് എവിടെയാണോ അതിന് മൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ സ്ക്രീനിൽ ഫുൾ ടൈം കമന്റ് കാണും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചില സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പലയിടത്തേക്ക് കൊണ്ടുവയ്ക്കാം. ക്ലിയർ ആയോ? ഇപ്പൊ നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബാംഗ്ലൂർക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു കമന്റ് ഇടാം. ഒരു ഇൻസെർട്ട് കമന്റ് ഇട്ടു. നമുക്ക് വേണമെങ്കിൽ എഴുതാം കറന്റ്ലി ഇറ്റ് ഈസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എഴുതിയ അല്ലെ. ക്ലോസ്ഡ് നേരം നമുക്കിവിടെ ഇവിടെ അത് എന്തുകൊണ്ട് നമുക്ക് ഈ ടേബിൾ തന്നെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബാക്കിലുള്ള മറ്റ് ഡേറ്റകൾ കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടൊക്കെ വെക്കാം. കണ്ട, അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ വന്നു. ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കാണാൻ പറ്റും. മറ്റത് ഇവിടെ തന്നെ കൊണ്ടുവച്ചാൽ നമുക്ക് അതിന്റെ ബാക്കിലുള്ള ഡേറ്റകൾ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് ക്ലിക്ക് ചെയ്ത് അതുപോലെ തന്നെ നമുക്കിവിടെ സൈസ് വേണ്ടി ചെറുതാക്കാം. കണ്ടന്റിന്റെ വലിപ്പം അനുസരിച്ചുള്ള സൈസ് വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം.
വീണ്ടും ഇതിനോട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഫോർമാറ്റ് വേണമെങ്കിൽ കണ്ട ഫോർമാറ്റ് കമന്റ് ഉണ്ട് വേണ്ട. നമുക്ക് വേണമെങ്കിൽ കളറൊക്കെ മാറ്റണമെങ്കിൽ കളറൊക്കെ മാറ്റാം, അടിക്കാം. വേണ്ട, സോറി, ഇതിന്റെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഫോർമാറ്റ് കമന്റ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കളറുകൾ മാറ്റാം, ഇത് ബോൾഡ് ആക്കാം, വേണമെങ്കിൽ ബോൾഡ് ആക്കാം, വേണമെങ്കിൽ സൈസ് കൂട്ടാം. വേണ്ട, അപ്പൊ കമന്റിന്റെ സൈസ് കൂടി. ക്ലിയർ ആയല്ലോ? നമുക്ക് ഇനി വേണമെങ്കിൽ അതിന്റെ കളർ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കാം, അതുപോലെ സിംഗിൾ കൊടുക്കണം അത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു എഫക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. എന്താണ് കമന്റ് മനസ്സിലായോ? ആർക്കൊക്കെ പിടുത്തം കിട്ടി? കമന്റ് എങ്ങനെയാണ് കമന്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ, ഇത് അപൂർവങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, വെരി ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. ഇവിടെ നമുക്ക് അഡ്വാൻസ്ഡില് ഡിസ്പ്ലേയില് നമുക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. എവിടെ പോയ നോ കമന്റ്സ് ഓർ ഇൻഡിക്കേറ്റർ. കണ്ട, നോ കമന്റ്സ്. അപ്പോൾ ഒന്നും കാണിക്കില്ല. കണ്ട, നമുക്കിവിടെ എവിടെയാണ് കമന്റ് ഉള്ളതെന്ന് അറിയില്ല. നോ കമന്റ്സ്, നോ ഇൻഡിക്കേറ്റർ, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ അതാവും. ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതേവരെ. ഓക്കെ, അപ്പൊ അത് മാറ്റണമെങ്കിൽ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഓപ്ഷൻസിൽ പോവാ. ഓപ്ഷൻസിൽ പോയിട്ട് ഇവിടെ അഡ്വാൻസിൽ പോവാ. അഡ്വാൻസിൽ പോയിട്ട് ഇവിടെ ഡിസ്പ്ലേ എടുക്കാം. ഡിസ്പ്ലേയില് അഡ്വാൻസ്ഡില് ഡിസ്പ്ലേയില് എവിടെയാണ് പോയോ? എവിടെയാണ്? ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളി, കമന്റ്സ് ആൻഡ് ഇൻഡിക്കേറ്റർ. ഇത് ചില സാഹചര്യങ്ങളിൽ കണ്ടിട്ടുണ്ടോ? നിങ്ങളായാലും ചില റിപ്പോർട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതിന്റെ അർത്ഥം അത് കമന്റ് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം. കുറച്ച് പിടുത്തം കിട്ടിയോ? ഇല്ല. കമന്റ് എങ്ങനെ ആഡ് ചെയ്യുന്നു, കമന്റ് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫൈൻഡ് ആൻഡ് റീപ്ലേസിങ്, പേസ്റ്റ് സ്പെഷ്യൽ, അതുപോലെ ഗോ ടു സ്പെഷ്യൽ, അതേപോലെ കോപ്പി മൂവിങ്, അതുപോലെ പേസ്റ്റ് സം ടേബിൾ, അതൊക്കെ ക്ലിയർ ആയല്ലോ. പിന്നെ സെലക്ട് റേഞ്ച്, സെൽ റേഞ്ച്, അഡ്രസ്. എല്ലാവർക്കും പിടുത്തം കിട്ടിയ കുറെയൊക്കെ? Yes, yes. എല്ലാവർക്കും കിട്ടിയോ? Yes. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ? Yes. ഓക്കെ, എല്ലാവരും ഒരു 10 മിനിറ്റ് ഇപ്പൊ പഠിച്ചത് ചെയ്യാം കേട്ടോ. ഒരു 10 മിനിറ്റ്സ്. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നത് മാത്രമേ ചെയ്യാവൂ. കാരണം പലതും നിങ്ങൾ ചെയ്യാൻ നോക്കിയാലൊക്കെ കൺഫ്യൂഷൻ ആയിപ്പോവും. പറഞ്ഞു തന്നിരിക്കുന്ന എല്ലാ ഭാഗവും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്നോട് ഇപ്പൊ തന്നെ പറയാം.